യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, യേശു ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വചന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ആ രക്ഷാകര നാമത്തെക്കുറിച്ചാണ്. യേശു എന്ന നാമം മാനവരാശിക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ നാമമാണ് യേശു. ആ യേശുവിൻ്റെ നാമത്തെ ആര് വിളിച്ചാലും അവർ അനുഗ്രഹിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ദൈവദൂതൻ വിശുദ്ധ ഔസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു സ്വർഗത്തിൻ്റെ സന്ദേശം നൽകുകയാണ്. അതിപ്രകാരമാണ്: ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവിടെ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേര് ഇടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവദൂതൻ വന്ന് വിശുദ്ധ ജോസഫിനോട് സ്വപ്നത്തിൽ ഒരു അരുളപ്പാട് കൊടുക്കുക. പരിശുദ്ധ മറിയം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തതാ പ്രത്യേകമായിട്ട്. തൻ്റെ പുത്രനായ യേശുവിന് ജന്മം നൽകി ഭൂമിയിൽ വളർത്തുവാൻ പരിപാലിക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം ഉയർത്തി. ഔസേ പിതാവുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച നാളുകളിൽ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. ഔസേപ്പിനോട് പറയുകയാണ്, നീ അവളെ വിവാഹം കഴിക്കാനായിട്ട് ശങ്കിക്കണ്ട. ദൈവദൂതൻ ആ നിർദ്ദേശം കൊടുത്തപ്പോൾ തന്നെ ഔസേ പിതാവ് നീതിമാനായിരുന്നു, പരിശുദ്ധനായിരുന്നു. ഔസേ പിതാവ് ഹൃദയത്തിൽ ഏറ്റെടുത്തു. വേറെ ചോദ്യമില്ല, സംസാരമില്ല. ദൂതൻ പറഞ്ഞു, നീ ശങ്കിക്കണ്ട. ഔസേ പിതാവ് ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന പേരിടണം. ദൈവ പിതാവ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി, മോചനത്തിനു വേണ്ടി നൽകിയ നാമമാണ് യേശു. അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും. രോഗികളെ സൗഖ്യമാക്കും. ബന്ധിതർക്ക് മോചനം നൽകും. നിത്യരക്ഷ നൽകും. തൻ്റെ പുത്രനിലൂടെ ദൈവപിതാവ് നൽകുന്ന വാഗ്ദാനങ്ങൾ നമുക്കായിട്ട് വിശുദ്ധ ബൈബിൾ തുറന്നു തരികയാണ്. അവൻ തൻ്റെ ജനത്തെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അല്ലെ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമതാണ് മാനവരാശിയെ പാപത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക. പിശാചാണ് മനുഷ്യനെ പാപത്തിൻ്റെ നാശത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തെ ആര് ദുഷിച്ചാലും, യേശുവിൻ്റെ നാമത്തെ ആര് അപഹസിച്ചാലും കളിയാക്കിയാലും ഓർത്തുകൊള്ളുക, അതിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. യേശു നാമത്തിൻ്റെ ആ മഹത്വം
ആ നാമത്തെ ദുഷിച്ചാൽ, ആ നാമത്തെ പരിഹസിച്ചാൽ, യേശുവിനെ അപമാനിച്ചാൽ ആ വ്യക്തിയും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തകർച്ചകൾ അത് വലുതായിരിക്കും. ഇരുമ്പാണിക്കിട്ട് തൊഴിക്കരുത്, അത് അപകടമാണെന്ന് വചനം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങൾ. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശുക്രിസ്തു. മൂലക്കല്ല് യേശുക്രിസ്തുവ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി ലഭിച്ച നാമം യേശു എന്ന നാമമാണ്. യേശു രക്ഷയുടെ നാമമാണ്. യേശുവെന്ന് വിളിക്കുമ്പോൾ തന്നെ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യേശുവെന്ന് വിളിക്കുമ്പോൾ തന്നെ നിനക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, മോചനമുണ്ട്. യേശുവെന്ന് നാമം വിളിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും, സാത്താൻ വിട്ടോടുകയാണ്. യേശുനാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി. ഒരിക്കൽ പൗലോസ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനം. ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു സ്ത്രീ, അവൾ പറയാണ്, ഈ പോകുന്ന വ്യക്തി, ഈ പോകുന്നയാൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസനാണ്. പലതവണ ഇത് കേട്ടപ്പോൾ പൗലോസ് അപ്പസ്തോലന് മനസ്സിലായി, ഇവളി പ്രവർത്തിക്കുന്നത് അശുദ്ധാത്മാവാണ്. പൗലോസ് കൽപ്പിച്ചു, യേശുവിൻ്റെ നാമത്തിൽ അവളിലെ അശുദ്ധാത്മാവിനെ പുറത്താക്കി. അവൾക്ക് പിന്നീട് പ്രവചിക്കാൻ സാധിച്ചില്ല. അവൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയില അവളിലെ അശുദ്ധാത്മാവ് വിട്ടുമാറുന്നത്. പത്രോസ് മുടന്തനായ മനുഷ്യന്റെ കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എണീറ്റു നടക്കുക. പുരോഹിതൻ പാപങ്ങൾ മോചിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാം യേശുവിൻ്റെ നാമത്തിലാണ് നടക്കുന്നത്. യേശുവാണ് എല്ലാ രക്ഷയുടെയും ഉന്നതമായ നാമം. അവിടുന്നാണ് യഥാർത്ഥ മൂലക്കല്ല്. മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 43-44 വചനങ്ങൾ. 42 ഞാൻ വായിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞു യേശുവിനെ. അന്നത്തെ ന്യായാധിപന്മാര്, പുരോഹിത വർഗം, ജനപ്രമാണികള് യേശുവിനെ കുരിശിൽ തറച്ചു, രക്ഷകനെ പീഡിപ്പിച്ചു, കുരിശിൽ തറച്ചു, അപമാനിച്ചു. യേശു ആ കുരിശില് പീഡയേറ്റ് അപമാനമേറ്റ് കുരിശുമരണം വഹിച്ചുകൊണ്ട് മാനവരാശിയെ പാപത്തിൻ്റെയും പിശാചിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ആദ്യ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഫലമായി അടയ്ക്കപ്പെട്ട പറുദീസ ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അവന്റെ കുരിശുമരണത്തിലൂടെ. ആ യേശുവിന്റെ നാമമാണ് രക്ഷയുടെ നാമം. ഹല്ലേലൂയ. അവനാണ് മൂലക്കല്ല്. എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് മാറി. ശിമയോൻ ഉണ്ണിമിശിഹായെ കയ്യിലെടുത്തുകൊണ്ട് പറയുക, ഇവൻ അനേകരുടെ ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമായിട്ട് മാറും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിട്ട് മാറും. നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞു. യേശു ക്രിസ്തു എന്ന വ്യക്തി, ദൈവപുത്രൻ, ജീവിക്കുന്ന ദൈവം, അവൻ ഇന്നും വിവാദ വിഷയമായ അടയാളമാണ്. അവന്റെ നാമത്തെ തിരസ്കരിക്കുവാൻ, അവന്റെ നാമത്തെ അപമാനിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ, സിനിമകൾ, മീഡിയകൾ ഒത്തിരിയേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഇന്ന് അനേക രാജ്യങ്ങളില് നിഷ്കരുണം
കൊന്നു തള്ളുന്ന കാഴ്ച നമ്മൾ വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ എത്രമാത്രം തകർക്കാമോ, പീഡിപ്പിക്കാമോ അത് ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളുമുണ്ട്. അവയിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ക്രിസ്തുവിന്റെ നാമത്തെ ദുഷിക്കാൻ വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് പിശാച. ആദിമാതാപിതാക്കളെ വഞ്ചിച്ച പുരാതന സർപ്പം ഇന്ന് അനേക വ്യക്തികളിലൂടെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുരാതന സർപ്പത്തിന്റെ ശക്തിയെ തകർക്കണമെങ്കിൽ വിശ്വാസികൾ ഉണർന്നു നിൽക്കണം. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമ്മൾ ശക്തരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അതിലൂടെ മാത്രമേ സാത്താന്റെ തലയെ തകർക്കാൻ പറ്റൂ. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. സാത്താൻ നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മളെ തകർക്കാൻ ഒരു സാത്താനും സാധ്യമല്ല. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കുവാൻ നീലമേരങ്കിയിൽ നമ്മളെ പൊതിഞ്ഞുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ പൊതിഞ്ഞുകൊണ്ട്, സഭയെ പൊതിഞ്ഞുകൊണ്ട് അമ്മയുണ്ട്. ദൈവത്തിന്റെ ജനമേ, നമ്മൾ തിരിച്ചറിയണം, സഭയെ തകർക്കുവാൻ, ക്രിസ്തുനാമത്തെ ദുഷിക്കുവാൻ അനേകരെന്ന് പ്രവർത്തിക്കുന്നു. ഇന്ന് സഭ ഏറ്റവും അധികം വേദനിക്കുന്നത് സഭയുടെ മക്കളിലൂടെ തന്നെയാണ്. വിശ്വാസികളും ഒത്തിരിയേറെ സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. സഭയിലെ പുരോഹിത ശ്രേഷ്ഠന്മാർ പലരും പല വിധത്തില് സഭയ്ക്ക് ദോഷം വരുന്ന വിധത്തിൽ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അവിശ്വാസികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ ദുർബലപ്പെടുത്തുവാൻ ഇന്ന് സഭാ മക്കളിലൂടെ പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതേക്കുറിച്ച് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളിലും വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സഭയിൽ ഉണ്ടാകാൻ പോകുന്ന വിഭാഗിതയെക്കുറിച്ചും ഭിന്നതയെക്കുറിച്ചുമൊക്കെ വിശ്വാസികൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനം വീണ്ടും ഇങ്ങനെ പറയുന്നു, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? മത്തായി 21:43. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്തു ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകും. ക്രിസ്തുവിന്റെ സഭയിൽ നിൽക്കുന്നവർ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന ജനതയെ കർത്താവ് തെരഞ്ഞെടുക്കും. കർത്താവിന്റെ സഭയിലേക്ക് അവരെ കർത്താവ് കൊണ്ടുവരും. 44-ാം വചനം പറയുന്നു, ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. മൂലക്കല്ലാകുന്ന ക്രിസ്തു, ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും. ഈ വചനം യേശു പറഞ്ഞ വചനമാണ്. യേശു വ്യക്തമായിട്ട് പറയുക, ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ക്രിസ്തുവിന്റെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഓർത്തുകൊള്ളുക, വൻ തകർച്ചയെ നീയും നിന്റെ കുടുംബവും തലമുറകളും ഏറ്റുവാങ്ങേണ്ടി വരും. തലമുറകളുടെ മേൽ ശാപത്തിന്റെ കനൽ കോരിയിടരുത്. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും, പൊടിയാക്കി കളയും. യേശുവിന്റെ നാമത്തെ ദുഷിക്കുന്നവർ, യേശുവിനെ അപമാനിക്കുന്നവർ, യേശുവിന്റെ സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ, ഏതു ശക്തിയുമായിക്കൊള്ളട്ടെ, ഓർത്തുകൊള്ളുക, ഇത് അപകടമാണ്. നിന്നെ അത് ധൂളിയാക്കും. ഈ കല്ലാരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കി കളയും. ക്രിസ്തുവാകുന്ന മൂലക്കല്ല് ഇളക്കാനായിട്ട് ആരും ശ്രമിക്കരുത്. ആ മൂലക്കല്ല് തകർക്കാനായിട്ട് ആരും ശ്രമിക്കരുത്. കർത്താവിന്റെ സഭയെ തരിപ്പണമാക്കാൻ ആരും ശ്രമിക്കണ്ട. ക്രിസ്തുവിന്റെ സഭ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവ ഈ സഭയെ നയിക്കുന്നത്. അവന്റെ ശരീരമാണ് സഭ.
നാരകീയ ശക്തികള് ക്രിസ്തുവിന്റെ സഭയെ തകർക്കത്തില്ല, തകർക്കാൻ സാധ്യമല്ല. ലോകത്തിന്റെ അന്ത്യം വരെ ക്രിസ്തുവിന്റെ സഭ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഈ സഭ തകർക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 22-23 വചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വിധിക്കുന്നത് പുത്രനാണ്. പിതാവിനെ ആരാധിക്കരിക്കുന്നത്, പുത്രനെ ധിക്കരിക്കുന്നവൻ പിതാവിനെ ധിക്കരിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ വീണ്ടും വരും വിധിക്കുവാനായി. മാനവരാശിയെ വിധിക്കുവാനായിട്ട് അവൻ വരും. അവൻ വരുന്നത് വിധിക്കുവാനാ. വിധിക്കാനുള്ള സകല അധികാരവും പിതാവ് ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമത്തെ ദുഷിക്കുന്നവർ, അവഹേളിക്കുന്നവർ ഓർത്തുകൊള്ളുക, വിധിക്ക് മുൻപിൽ നിൽക്കേണ്ടി വരും. ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളുകളിൽ തന്നെ വലിയ തകർച്ചയിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് ഉറപ്പാണിത്. കാരണം തൊടുന്നത് ദൈവത്തിന്റെ പുത്രനെയാണ്, ദൈവത്തെയാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 32-33 തിരുവചനങ്ങൾ: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുന്നിൽ ആര് എന്നെ, യേശുവിനെ, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്നു, അവരെ ഞാനും ഏറ്റുപറയും. എന്നെ തള്ളിപ്പറയുന്നവനെ, യേശു പറയുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അവൻ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മാനവരാശിക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവനെ തള്ളിപ്പറഞ്ഞാൽ അവനും പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുമെന്ന് തന്നെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും തമാശയായിട്ടെടുക്കരുതാരും. ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ട് തന്നെ വിശ്വാസികളും അവിശ്വാസികളും എടുക്കേണ്ടിയിരിക്കുന്നു. ആദ്യമേ നമ്മൾ കേട്ടു, അവൻ വിധിക്കും. ഇവിടെ പറയുന്നു, അവനെ തള്ളിപ്പറഞ്ഞാൽ അവൻ തള്ളിപ്പറയുമെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. മാനസാന്തരപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിച്ചാൽ, കണ്ണുനീരൊഴുക്കിയാൽ നിനക്ക് ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കാം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തില് ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക. വിശ്വസിച്ചു സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷിക്കപ്പെടും. വിശ്വസിച്ചു സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. യേശുവിന്റെ അപ്പസ്തോലന്മാർക്ക് അവസാനം കൊടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട സന്ദേശമായത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. യേശുവിനെ അറിഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവം കാരുണ്യവാന. ക്രിസ്തുവിന്റെ മാനവരാശിയുടെ മേൽ ദൈവം തന്നെ മഹാകരുണ ചൊരിഞ്ഞു. ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പീഡ സഹിച്ച് കുരിശിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കരുണയും സ്നേഹവും എല്ലാം ആ കുരിശിൽ നമ്മൾ കാണുകയാണ്. ഓരോ വ്യക്തിയോടും ദൈവം
കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരുണ ഒഴുക്കിയാലും കരുണ സ്വീകരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ടാവില്ല. ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അവനെ തള്ളി പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, അവൻ വിധിക്കാനായിട്ട് വരും. വിധി പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. 2, അവനെ തള്ളിപ്പറഞ്ഞാൽ, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ അവന് പിതാവിന്റെ മുമ്പിൽ നിന്നെ തള്ളിപ്പറയും. ഇവിടെ വീണ്ടും പറയുന്നു, എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നെ തള്ളിപ്പറയുന്നവൻ, എന്നെ സ്വീകരിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? പ്രകാശമായ ക്രിസ്തുവിനെ, രക്ഷകനായ ക്രിസ്തുവിനെ ആര് തള്ളിപ്പറയുന്നുവോ, ആര് അപമാനിക്കുന്നുവോ, അവന്റെ നാമത്തെ ആര് ചവിട്ടിമെതിക്കുന്നുവോ, ദുഷിക്കുവാൻ ശ്രമിക്കുന്നുവോ, അതേത് വിധത്തിലുമായിക്കൊള്ളട്ടെ, അവർക്ക് അതിൻ്റെ പേരിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഉറപ്പാണിത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-18 വചനം പറയുന്നുണ്ട്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷിക്കപ്പെടുന്നില്ല, ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പുത്രനെ അയച്ചത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാ. ആ രക്ഷ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത്. ദൈവം ആരെയും ശിക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം തൻ്റെ പുത്രനിലൂടെ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒന്ന് പാപജീവിതം ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ മതി. അങ്ങനെ കടന്നു വരുന്ന ഏതൊരു പാപിക്കും രക്ഷയുണ്ട്. ക്രിസ്തുവിനെ അറിഞ്ഞിട്ട്, അവൻ നൽകുന്ന രക്ഷ അറിഞ്ഞിട്ട് ആരവനെ ഉപേക്ഷിച്ചാലും അവൻ ശിക്ഷാവിധിക്ക് മുമ്പിൽ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അവൻ്റെ നാമത്തെ ദുഷിക്കുന്നവർ, അവൻ്റെ നാമത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഓർത്തുകൊള്ളുക, ഇത് വലിയ അപകടമാണ്. നിങ്ങൾക്ക് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനങ്ങൾ, ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യമായ മൂലക്കല്ല്. അതാണ് ക്രിസ്തു. അമൂല്യമായ മൂലക്കല്ല് ക്രിസ്തുവാണ്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ്. മൂലക്കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അഭിമാനമാണെന്ന് ആ വചനം പറയുന്നത്. അത് തള്ളിക്കളയുന്നവന് കഷ്ടം, ദുരിതമെന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അവൻ മൂലക്കല്ല. വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് അവൻ ശക്തിയുടെ സ്രോതസ്സ, അവൻ രക്ഷയുടെ എല്ലാമാണ്. മാനവരാശിക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ, ക്രിസ്തു എന്ന പരിശുദ്ധ നാമം. നിങ്ങൾ രാജകീയ പുരോഹിതനാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. മാമോദീസായിലൂടെ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി രാജകീയ പുരോഹിത ഗണത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. എത്രയോ വലിയ ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒന്നോർത്തുകൊള്ളുക, നന്മ ചെയ്തവരും തിന്മ ചെയ്തവരൊക്കെ അവസാനം കർത്താവിൻ്റെ 2-ാം വരവിൽ അവൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. മത്തായി സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ത്യവിധിയെക്കുറിച്ച്. ചെമ്പരിയാടുകളെയും കോലാടുകളെയും അവൻ മാറ്റി നിർത്തുന്നൊരു സമയം. നല്ലവരെയും തിന്മ ചെയ്തവരെയും അവൻ മാറ്റി നിർത്തുന്നൊരു സമയമുണ്ട്. അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ യോഗ്യരായി തീരണം. അവൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അവൻ്റെ നാമം എവിടെയും
ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ലോകമെമ്പാടും എത്രയോ ക്രൈസ്തവരാണ് പീഡനമേറ്റു മരിക്കുന്നത്. മരിക്കാൻ അവർക്ക് ഭയമില്ല. മരണം വരിക്കുമ്പോഴും അവർ യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് രക്തം ചുന്തി മരിക്കുന്നത്. ദൈവത്തിന്റെ ജനമേ, ഉണരുക. സാത്താനെയും അവന്റെ ശക്തിയെ തകർക്കുവാൻ നമ്മൾ ശക്തരായിട്ട് മാറണം. അതിനുവേണ്ടി നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, കൂദാശ ജീവിതത്തിലേക്ക് മടങ്ങി വരാം, മാനസാന്തരപ്പെടാം, ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കാം, ക്രിസ്തുവാകുന്ന മൂലക്കല്ലോട് ചേർന്ന് നിൽക്കാം. നമുക്ക് നിരന്തരം യേശുവിനെ മഹത്വപ്പെടുത്തി അവൻ്റെ നാമത്തെ വാഴ്ത്താം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തെ എവിടെയും നമുക്ക് മഹത്വപ്പെടുത്തണം. അതിനുള്ള ആ കൃപയും അഭിഷേകമൊക്കെ പരിശുദ്ധാത്മാവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.